പുലിമുരുകന്റെ കാട്ടുമൈന കമാലിനി മുഖർജി എങ്ങനെ മലയാളത്തിലെത്തി? 25 കോടിക്കുമേൽ മുതൽ മുടക്കി മുളകുപാടൻ ടോബിൻസൺ നിർമ്മിച്ച് വൈശാഖ് മോഹൻലാൽ എന്ന മഹാനടനെ വെച്ചൊരുക്കിയ പുലിമുരുകൻ ജനകോടികളുടെ ഹൃദയത്തിലേക്ക് കുടിയേറിക്കഴിഞ്ഞിരിക്കുന്നു. പുലിമുരുകനിൽ ലാലിന്റെ ഭാര്യയായ മൈനയും കമാലിനി മുഖർജിയും താരങ്ങളുടെ താരമായി. വൈശാഖ് കാട്ടുമൈനയായി കമാലിനിയെ തിരഞ്ഞെടുക്കും മുമ്പ് വൈശാഖിന്റെ കസിൻസിൽ ഒരു നൃത്തരംഗം കൊഴുപ്പിക്കാൻ കമാലിനി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ ബന്ധം കാട്ടുമൈനയാകാനും മഹാനടൻ ലാലിന്റെ കാമുകിയാകാനും ഭാര്യയാകാനും ധാരാളം മതിയായിരുന്നു. എന്നിരുന്നാലും കമാലിനി മമ്മൂട്ടിയുടെ നായികയായാണ് ആദ്യം മലയാളത്തിലെത്തുന്നത്. ഷാജിയൻ കരുണൊരുക്കിയ കുട്ടിസ്രാങ്കിലായിരുന്നു അത്. പിന്നീട് ഫഹദിന്റെ നായികയായി VK പ്രകാശൊരുക്കിയ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന ചിത്രത്തിലും കമാലിനി എത്തി. കമലഹാസന്റെ വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലൂടെ തമിഴകത്തും ഹിറ്റായി. കമൽ പോലീസ് വേഷത്തിലെത്തിയ വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലെ പാർത്ത മുതൽ നാളെ എന്ന ഗാനം തരംഗമായപ്പോൾ കമാലിനിയും കൂടെ ആ തരംഗത്തിലെ കണ്ണിയായി. അതുപോലൊരു ഹിറ്റാണ് കമാലിനിക്ക് 2016 മലയാള സിനിമ സമ്മാനിച്ചത്. പുലിമുരുകൻ എന്ന ചിത്രത്തിൽ താരത്തിന്റെ സ്വപ്നനടൻ ലാലിനൊപ്പം ജോഡിയാകാൻ സാധിച്ചതും കമാലിനിയുടെ ഭാഗ്യം തന്നെ. മീനാക്ഷി, ഗമ്യം, നാഗവല്ലി, ഗോദാവരി, സ്റ്റൈൽ ഉൾപ്പെടെ നല്ല കാമ്പുള്ള തെലുങ്ക് ചിത്രങ്ങളിലും ക്ലാസ്മേറ്റ്സ് എന്ന മലയാള ചിത്രത്തിന്റെ തെലുങ്ക് മൊഴിമാറ്റത്തിൽ റസിയായി വേഷമിട്ടതും കമാലിനി തന്നെ. എന്നാൽ ജന്മദേശമായ ബംഗാളിൽ ബംഗാളി ഭാഷയിൽ ഒറ്റ ചിത്രമേ കമാലിനി ചെയ്തിട്ടുള്ളൂ. കാർത്തിക് സുബ്ബരാജിന്റെ ഇരൈവിയിൽ കരുത്തുറ്റ കഥാപാത്രമായി വീണ്ടും തമിഴിൽ തിളങ്ങാനെത്തുമ്പോഴാണ് കമാലിനി മുഖർജിക്ക് പുലിമുരുകനെന്ന സൂപ്പർ ഡ്യൂപ്പർ കിട്ടുന്നത്. താരവും വളരെ ഹാപ്പിയാണ് ഇത്തരത്തിലൊരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, മോഹൻലാലിന്റെ സ്വന്തം കാട്ടുമൈനയാകാൻ കഴിഞ്ഞതിൽ. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.